2021 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് മിസ്റ്ററി ഹൊറർ മൂവിയാണ് ഓണർ സ്റ്റുഡന്റ്. 4-5 കഥകൾ ഒരുമിച്ച് ചേരുന്നതാണ് ഈ മൂവി. അതിൽ തന്നെ അരമണിക്കൂർ മാത്രമുള്ളൊരു കഥയാണ്. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇച്ചിക്കാവ എന്നൊരു ഹൈസ്കൂളാണ്. ഈ സ്കൂളിൽ ഒരു വക പഠിക്കാത്ത പിള്ളേർ പഠിക്കുന്ന ഒരു പ്രത്യേക ക്ലാസ്സുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ നായികയും പഠിക്കുന്നത്. അസുക എന്നാണ് അവളുടെ പേര്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആള് പഠിക്കാൻ വളരെ പുറകോട്ടാണ്. അതായത് നമ്മൾ വളരെ സാധാരണമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്, അങ്ങനെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പോലും ആ കുട്ടിക്ക് ഉത്തരം അറിയത്തില്ല. മിക്കവാറും ആൻസർ ഷീറ്റ് കിട്ടുമ്പോഴെല്ലാം വട്ട 0 മാർക്കാണ് ആളുടെ പതിവ്. ഇത്തവണയും ആൾ ആ പതിവ് തെറ്റിച്ചിട്ടേയില്ല. അത് കാരണം സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്നുണ്ട്. പക്ഷെ ആൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതവളുടെ കൂട്ടുകാരൻ യോഷിത എന്നാണ് അവൻ്റെ പേര്. അവനും ഇവളുടെ ഇതേ ലെവല് തന്നെ. അങ്ങനെ പതിവ് പോലെ തന്നെ സാർ അന്നത്തെ ദിവസം ടെസ്റ്റ് നടത്തുകയാണ്. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. റോമൻ ഹോളിഡേ എന്ന മൂവിയിൽ ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി കുളത്തിലേക്ക് കോയിൻസ് വലിച്ചെറിയുന്നത് ഏത് സ്ഥലത്താണ്? ആൾക്കതിൻ്റെ ഉത്തരമൊന്നും അറിഞ്ഞൂടാ. എങ്കിലും എഴുതാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഉത്തരമായിട്ട് അവൾ എഴുതിയത് ഗാച്ചിമോ എന്നായിരുന്നു. അതങ്ങോട്ട് എഴുതി തീർന്നില്ല. പെട്ടെന്നാണ് ദൂരെ ഒരിടത്തു നിന്നായിട്ട് വലിയൊരു പ്രകാശം പൊങ്ങി വരുന്നത്. അതോടൊപ്പം തന്നെ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് പുതിയൊരു കാടും കൂടി ഉണ്ടാകുന്നു. അതേസമയം നമ്മുടെ അസുഖയാണെങ്കിൽ ആ ഒരു ഉത്തരം മാത്രം എഴുതിയ ശേഷം അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ പിറ്റേന്ന് പതിവ് പോലെ തന്നെ രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് വരുന്ന വഴിക്കാണ് ഇന്നലെ പുതുതായിട്ടുണ്ടായ ആ കാട് അവർ കാണുന്നത്. ഇന്നലെ വരെ ഇവിടെ ഇങ്ങനെ ഒരു കാടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി രണ്ടുപേരും കൂടി അതിനകത്തേക്ക് പോവുകയാണ്. നടന്നവർ രണ്ടുപേരും എത്തിച്ചേർന്നത് ഒരു പടിക്കെട്ടിന് മുന്നിലായിരുന്നു. അവിടെ തന്നെ ഒരു ഫലകത്തിലായിട്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ആ പടിക്കെട്ട് കയറി ചെല്ലുന്നത് ഒരു അമ്പലം പോലൊന്നിൻ്റെ മുന്നിലായിരുന്നു. അമ്പലം കണ്ടതും അസുഖ ഒരു കോയിൻ എറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ വരുന്ന പരീക്ഷയിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണേ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് ഇന്നലെ നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. 100-ൽ 5 മാർക്കായിരുന്നു നമ്മുടെ അസുഖം നേടിയത്. പിന്നെ ഇവൾക്കിതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അങ്ങനെ അന്ന് അടുത്ത എക്സാം നടക്കുകയാണ്. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പേരെന്ത്? ചോദ്യം കണ്ടതും ആള് തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു രക്ഷയുമില്ല. എന്നും പറഞ്ഞ് എന്തെങ്കിലും എഴുതാതിരിക്കുന്നത് മോശമല്ലേ? അവൾ ഒന്നും നോക്കിയില്ല. തൻ്റെ കൂട്ടുകാരനായ യോഷിതയുടെ പേര് തന്നെ അങ്ങ് എഴുതി വയ്ക്കുന്നു. അടുത്ത ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നായിരുന്നു. ജപ്പാൻ പ്രസിഡന്റിന്റെ പേര് തന്നെ കഷ്ടപ്പെട്ടാണ് എഴുതിയത്. പിന്നല്ലേ അമേരിക്കൻ പ്രസിഡന്റ്. അതിന്റെ ഉത്തരം അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യത്തിനൊഴിച്ച് വേറെ ഒന്നിനും അവൾ ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞതും അസുഖ യോഷിതയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നങ്ങോട്ട് കയറിയപ്പോഴേ കാണുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പൊരിഞ്ഞ അടിയായിരുന്നു. മാത്രമല്ല യോഷിത ആദ്യമായിട്ട് വരുമായിരുന്നു അവളുടെ വീട്ടിലേക്ക്. വന്നപ്പോഴേ കാണുന്ന കാഴ്ച ഇത്. അസുഖയുടെ അച്ഛൻ്റെ ജോലി എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫയിങ് ആണ്. പക്ഷേ ഇപ്പോൾ കച്ചവടമൊക്കെ വളരെ മോശമാണ്. അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ അമ്മ ഇപ്പോൾ വേറെ ഏതോ ഒരുത്തനുമായി പ്രണയത്തിലും. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ അടി നടക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഡെയിലി ഇതാണ് രണ്ടുപേരുടെയും പതിവ്. അവൾക്കിനി ഒരു ചേട്ടനും കൂടിയുണ്ട്. കേസുക എന്നാണ് അവൻ്റെ പേര്. പക്ഷെ അവൻ ഈ വീട്ടുകാരുമായി ഒരു ബന്ധമില്ലാത്ത കണക്കാണ്. മുറിയിൽ കയറി അടച്ച ഒരേ ഇരിപ്പ്. ആഹാരം കഴിക്കാൻ പോലും പുറത്തേക്ക് വരില്ല. 24 മണിക്കൂറും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഇരുന്നോളും. കുറച്ചു വർഷമായിട്ട് ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ നല്ലതുപോലെ പഠിക്കുന്ന ഒരു ചെക്കനായിരുന്നു. പക്ഷേ 2 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് തോറ്റുപോയി. അതിൻ്റെ ഒരു ഡിപ്രഷനിലാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ. എൻ്റെ ചേട്ടൻ്റെ പഠിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതും ചിന്തിച്ച് ആൾ ഇന്ന് കിട്ടിയ തൻ്റെ പരീക്ഷയുടെ മാർക്ക് ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കുന്നു. 100-ൽ 5. നല്ല ബെസ്റ്റ് മാർക്കല്ലേ? മാർക്ക് കണ്ടതും ആൾക്ക് ചെറിയൊരു സങ്കടം. അത് കാരണം ഇന്നലെ ഗാച്ചിമോ എന്ന ഉത്തരം എഴുതിയ ആ പേപ്പർ അവളങ്ങ് വലിച്ചു കീറിക്കളയുന്നു. അസുഖയുടെ ആ സങ്കടം കണ്ടതും നമ്മുടെ യോഷിതയ്ക്കും ചെറിയൊരു സങ്കടം വരുന്നു. അത് കാരണം അവളെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു. തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞതും അവളും ഹാപ്പി. അതേസമയം അസുഖയുടെ ടീച്ചർ ഇന്ന് നടത്തിയ പേപ്പർ നോക്കുകയായിരുന്നു. അടുത്തതായിട്ട് അസുഖയുടെ പേപ്പർ നോക്കാനായിട്ട് എടുത്തതും പെട്ടെന്നാണ് അയാളുടെ കണ്ണിലേക്ക് എന്തോ ഒരു പ്രകാശം വന്നടിക്കാൻ തുടങ്ങിയത്. അതോടെ അവൾ എഴുതിയിരുന്ന എല്ലാ ഉത്തരങ്ങൾക്കും അയാൾ ഫുൾ മാർക്ക് കൊടുക്കാൻ തുടങ്ങി. ഉത്തരമറിയാതെ എഴുതാതെ വിട്ടതും പിന്നെ ജപ്പാൻ പ്രസിഡന്റിന്റെ പേര് യോഷിത എന്ന് എഴുതി വച്ചതും ഉൾപ്പെടെ എല്ലാത്തിനും അയാൾ ഫുൾ മാർക്ക് കൊടുക്കുന്നു. ഇതേസമയം തന്നെ ഇവർ രണ്ടുപേരും കൂടി നേരത്തെ പോയി പ്രാർത്ഥിച്ചൊരു അമ്പലമില്ലേ, അവിടെ നിന്നും എന്തോ ഒരു വലിയ പ്രകാശം വരാൻ തുടങ്ങി. ആ പ്രകാശം വലുതായി വന്ന് ഈ ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുന്നു. അതേസമയം ഇവിടെ കഴിക്കാൻ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ യോഷിതയെ കാണുന്നില്ല. വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല.
അന്നേരമാണ് അവളുടെ ഫോണിലേക്ക് ഒരു TV ന്യൂസിന്റെ ലിങ്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. പകരം ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നതാകട്ടെ നമ്മുടെ യോഷിത. അവനാണ് ഇപ്പോഴത്തെ പുതിയ ജാപ്പനീസ് പ്രധാനമന്ത്രി. ഈ ന്യൂസ് കണ്ട നമ്മുടെ അസുഗയുടെ അവസ്ഥ പറയണ്ടല്ലോ. ക്ലാസ്സിൽ ചെന്നപ്പോഴും ബാക്കിയുണ്ടായിരുന്ന പിള്ളേരും ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അസുഗ ഇതിലും കൂടുതൽ ഞെട്ടിയത് അന്ന് ടീച്ചർ പേപ്പർ തന്നപ്പോഴാണ്. 100-ൽ 100. ഇനിയിപ്പോൾ ടീച്ചർക്ക് വല്ലതും തെറ്റിയതാണോ? ആൾക്ക് ഒരു പിടുത്തവുമില്ല. പിന്നീട് വന്ന ആൻസർ ഷീറ്റ് ഒന്നുകൂടി എന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാരണം ആ അമ്പലമാണെന്ന് ആൾക്ക് മനസ്സിലായത്. കാരണം ഇന്നലെ ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പേരിൻ്റെ സ്ഥാനത്ത് ഇവൾ യോഷിത എന്നാണ് എഴുതിയത്. ഇന്നതേ അത് സത്യമായിരിക്കുന്നു. അവനിപ്പോൾ ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നുള്ള ചോദ്യത്തിനും ഇവൾ ഉത്തരമൊന്നും എഴുതിയിരുന്നില്ല. അത് കാരണം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ അവിടെ കാണാതായിരിക്കുന്നു. കാരണം അവൾ ഉത്തരത്തിന്റെ സ്ഥാനത്ത് ബ്ലാങ്ക് ആയിട്ടല്ലേ ഇട്ടത്. അത് കാരണം ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും കറക്റ്റ് ഉത്തരം എഴുതുക. അങ്ങനെ ആൾ ഫോൺ എടുത്ത് ഗൂഗിൾ ചെയ്ത് സകലത്തിൻ്റെയും കറക്റ്റ് ഉത്തരം എഴുതാൻ തുടങ്ങി. അതോടെ വീണ്ടും എല്ലാം പഴയതുപോലെയാകുന്നു. അമേരിക്കൻ പ്രസിഡന്റൊക്കെ പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. യോഷിതയെ എല്ലാവരും ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അസുഖയ്ക്കൊരു കാര്യം മനസ്സിലായിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകം അതിപ്പോൾ അവളുടെ കൈകളിലാണ്. കൈകളിലല്ല, അവളുടെ ആൻസർ ഷീറ്റിലാണ്. അന്ന് പതിവ് പോലെ തന്നെ വീണ്ടും ടെസ്റ്റ് നടക്കുകയാണ്. പക്ഷേ ഇത്തവണ കണക്കാണ് കേട്ടോ. അത് കണ്ടപ്പോഴാണ് ആൾക്കൊരു ആശ്വാസം. എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഉത്തരം തെറ്റിപ്പോയാലും കണക്കായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അസുഖ പുറത്തേക്കിറങ്ങിയതും പ്രധാനമന്ത്രിയുടെ സ്ഥാനമൊക്കെ രാജിവെച്ചുകൊണ്ട് നമ്മുടെ യോഷിതയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വന്നപാടെ അവളോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അവനോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രണ്ടുപേരും കൂടി മറ്റൊരു കാഴ്ച കണ്ട് ഞെട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ടോക്കിയോയുടെ സ്കൈ ടവർ കിടന്ന് ആടുകയാണ്. ആട്ടമെന്ന് വെച്ചാൽ ഒരു 1.5 ആട്ടം. വാർത്തയിലും ഇത് തന്നെയാണ് പറയുന്നത്. സ്കൈ ടവറിന്റെ ഡിസൈൻ എല്ലാം കറക്റ്റൊക്കെയാണ്, പക്ഷേ മാത്തമാറ്റിക്സിൽ എന്തോ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ടവർ ഇങ്ങനെ കിടന്ന് ആടുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ അസുഖയ്ക്ക് കാര്യം കത്തിയത്. എന്താണെന്ന് വെച്ചാൽ താൻ ഇപ്പോഴെഴുതിയ കണക്ക് പരീക്ഷയുടെ ഉത്തരം നേരെയാവാതെ ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. അങ്ങനെ ആൾ ഓഫീസിലേക്ക് ഒരൊറ്റ ഓട്ടം. ശേഷം ടീച്ചറുടെ അനുവാദത്തോടെ തന്നെ ഉത്തരങ്ങളെല്ലാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഉത്തരം എഴുതിക്കഴിഞ്ഞതും അതിന്റെ ആട്ടം ഒന്നുകൂടെ കൂടുന്നു. അത് കണ്ടതും ആൾ വീണ്ടും തല പുകഞ്ഞ് ഉത്തരം ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ കറക്റ്റ് ഉത്തരം എഴുതുന്നു. അതോടെ ആ ടവറിന്റെ ആട്ടം നിൽക്കുന്നു. അങ്ങനെ അവൾ വീണ്ടും ലോകത്തെ രക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശക്തി അത് വളരെ അപകടം പിടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും എല്ലാം പഴയതുപോലെ ആക്കിയേ പറ്റൂ. അതിനുവേണ്ടി അവൾ യോഷിതയും വിളിച്ചുകൊണ്ട് വീണ്ടും കാട്ടിലേക്ക് പോകാൻ പോകുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ നേരത്തെ ഉണ്ടായിരുന്ന കാട് ഇപ്പോൾ കാണാനില്ല. അത് കാരണം ഇനിയൊന്നും പഴയതുപോലെ ആക്കാനും പറ്റില്ല. ഇനി ഈ ലോകത്തിന്റെ രക്ഷ അത് നമ്മുടെ അസുഖയുടെ കൈകളിലാണ്. അതിനുവേണ്ടി ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ: പഠിക്കുക, മരിച്ചു കിടന്ന് പഠിക്കുക. അങ്ങനെ പിറ്റേ ദിവസം അവൾക്ക് വീണ്ടും ടീച്ചർ ഫുൾ മാർക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും അവളുടെ അച്ഛൻ ഒടുക്കത്തെ ഹാപ്പി. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഇന്നേ വരെ നടക്കാത്തതുപോലുള്ള വലിയ കച്ചവടമായിരുന്നു ഇന്ന് നടന്നത്. അത് കേട്ടതും അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നടന്ന ടെസ്റ്റിൽ അതിൽ വെള്ളമാണ് ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള എനർജി എന്നാണ് അവൾ അതിനകത്ത് എഴുതിയത്. അത് കാരണം കൽക്കരിയേക്കാളും എണ്ണയേക്കാളും എല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് വെള്ളത്തിനാണ്. അത് കാരണം ആൾക്കാർ മുഴുവനും ഇപ്പോൾ കണ്ടമാനം വെള്ളം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി വാട്ടർ പ്യൂരിഫയറുകളും വിറ്റഴിയാൻ തുടങ്ങി. അസുഖ എഴുതിയ ഉത്തരം തെറ്റാണെങ്കിലും അവളുടെ അച്ഛൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ വാട്ടർ പ്യൂരിഫയറിന്റെ കച്ചവടം ഇങ്ങനെ കുതിച്ചുയരുകയല്ലേ. ഒരു ദിവസം അസുഖ ടിവിയിലെ ന്യൂസ് കാണുമ്പോഴാണ് ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾ അറിയുന്നത്. കാരണം ശുദ്ധജലം കിട്ടാൻ വേണ്ടി ആൾക്കാർ പരസ്പരം കിടന്ന് പോരാടാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായത്. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയതും അവൾ പെട്ടെന്ന് തന്നെ വെള്ളമെന്നുള്ള ഉത്തരം മാറ്റി അത് വായു എന്നാക്കുന്നു. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. പെട്ടെന്നാണ് അവൾക്ക് മറ്റൊരു ഐഡിയ തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛനും അമ്മയും എന്നും മടിയല്ലേ, എന്തുകൊണ്ട് തനിക്ക് അവരുടെ അടി മാറ്റിക്കൂടാ? അങ്ങനെ പിറ്റേന്നും മറ്റൊരു എക്സാം നടക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെയൊരു ചോദ്യമുണ്ടായിരുന്നു: ഇന്നുച്ചയ്ക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ പോകുന്ന ആ ബഹിരാകാശ യാത്രികന്റെ പേരെന്താണ്? അവൾ അധികമൊന്നും ആലോചിച്ചില്ല. തന്റെ അമ്മയുടെ കാമുകന്റെ പേര് തന്നെ എഴുതി വെക്കുന്നു. അതോടെ അയാൾ ഇന്നുച്ചയ്ക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അത് കാരണം ഇപ്പോൾ അവളുടെ അമ്മ അയാളുമായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഹസ്ബൻഡിനോടും കുട്ടികളോടുമൊപ്പം കുടുംബത്തെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അതോടെ അവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ സോൾവ്ഡ്. അത് കാരണം നമ്മുടെ അസുഖയും ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. ഇനിയുള്ള ഒരേ ഒരു പ്രശ്നം അത് തന്റെ ചേട്ടനാണ്. അവനെയും എങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ. അതിനുവേണ്ടി അവൾ പിറ്റേന്ന് മുതൽ തന്റെ ചേട്ടന്റെ മുറിയുടെ മുന്നിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആള് പഴയൊരു ജീനിയസ് അല്ലേ. അത് കാരണം അസുഖ വിളിച്ചു പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് അവന് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു.
പക്ഷെ എന്നിട്ടും അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവൻ തയ്യാറായില്ല. ദിവസവും ഇത് തന്നെ പരിപാടി. പക്ഷെ ഒരു ദിവസം അസുഖ ഒരു കണക്കിന്റെ പ്രോബ്ലമായിരുന്നു അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പഠിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ അവളത് പഠിക്കാതെ വിടുകയാണ്. അത് കേട്ടതും അന്ന് ആദ്യമായിട്ട് അവൻ അവൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവൻ നന്നായിട്ട് അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും അവൻ പുറത്തേക്കിറങ്ങാൻ തയ്യാറായില്ല. ആ ഡോറിന്റെ ഇരുവശങ്ങളിൽ നിന്നുമാണ് അവർ സംസാരിക്കുന്നത് തന്നെ. ഇതെല്ലാം അവരുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ടായിരുന്നു. മകന്റെ ഈ മാറ്റം കണ്ട് അവരും ഒരുപാട് ഹാപ്പിയാകുന്നു. അങ്ങനെ പഠിപ്പിച്ച് ആ മാജിക്കിന്റെ പവർ ഇല്ലാതെ തന്നെ അവൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അന്ന് വൈകിട്ട് തനിക്ക് കിട്ടിയ മാർക്ക് കാണിക്കാൻ വേണ്ടി അവൾ അതും കൊണ്ട് ഓടി തന്റെ ചേട്ടന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവനാണെങ്കിൽ ആ ഡോറൊന്നും തുറക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ അസുഖയും പേരൻസും കൂടി അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കെസുക പുറത്തേക്ക് വരുന്നത്. ശേഷം അച്ഛനുമായിട്ട് നേരത്തെ വഴക്ക് കൂടിയതിനെല്ലാം അവൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അന്ന് അസുഖയും യോഷിതയും കൂടി തിരികെ സ്കൂളിലേക്ക് പോകുകയാണ്. തന്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അവൾ ബാഗിലേക്ക് കൈയിട്ടതും അന്ന് ഗാച്ചിമോ എന്ന ഉത്തരം എഴുതിയ ഒരു പേപ്പർ അവൾ വലിച്ചു കീറിയില്ലേ, ആ പേപ്പറായിരുന്നു അവളുടെ കയ്യിൽ കിട്ടിയത്. പേപ്പർ കീറിയിരിക്കുന്നത് കണ്ട് അവളൊന്ന് ചേർത്ത് വെച്ചതും പെട്ടെന്നാണ് അന്നുണ്ടായ കാർഡ് വീണ്ടും അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി വീണ്ടും ആ അമ്പലത്തിലേക്ക് പോകുന്നു. അന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ആ ഫലകത്തിൽ എഴുതിയിരുന്നത് ഇവൾക്ക് വായിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ, കാരണം അത് ചൈനീസിലായിരുന്നു. ഇപ്പോൾ അവളുടെ ചേട്ടൻ കുറച്ച് ചൈനീസൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗാച്ചിമോ എന്നാണെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് അവൾ ആൻസർ ഷീറ്റിൽ എഴുതിയ അതേ ഉത്തരം. അതോടെ ഇതിന്റെ എല്ലാത്തിന്റെയും ഉറവിടം ഈ അമ്പലമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് ഓടിച്ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം തിരിച്ചെടുക്കണേ എന്ന് പറഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ശേഷം രണ്ടുപേരും കൂടി തിരികെ ക്ലാസ്സിലേക്ക് വന്നതും വീണ്ടും മോർണിംഗ് ടെസ്റ്റ് തുടങ്ങുകയാണ്. ഇത്തവണത്തെ പരീക്ഷ ജോഗ്രഫിയെക്കുറിച്ചൊക്കെയായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പഴയൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ആദ്യമായിട്ട് അവൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചില്ലേ, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അവൾ ഒരു കോയിൻ എറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവൾ പ്രാർത്ഥിച്ചതും. എന്നർത്ഥം തന്റെ പ്രാർത്ഥനയെല്ലാം തിരിച്ചെടുക്കണമെങ്കിൽ ആദ്യം ആ കോയിൻ തിരിച്ചെടുക്കണം. അത് മനസ്സിലാക്കിയതും അവൾ പെട്ടെന്ന് തന്നെ എക്സാം എല്ലാം എഴുതിക്കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ഓടുന്നു. അന്ന് അവൾ എറിഞ്ഞ ആ കോയിൻ ഇപ്പോഴും അതിനകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൾ കമ്പ് വെച്ച് വീണ്ടും ആ കോയിൻ തിരികെ എടുക്കാൻ നോക്കുകയാണ്. അതേസമയം അസുഖയുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും കൂടിയിരുന്ന് കെസുകയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം മാറി തന്റെ മകൻ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആയില്ലേ, അതിന്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും. ഇവിടെ ഇതേ സമയം ടീച്ചർ നേരത്തെ നടന്ന എക്സാമിന്റെ പേപ്പറുകളൊക്കെ നോക്കുകയാണ്. പഴയതുപോലെ തന്നെ നമ്മുടെ അസുഖയ്ക്ക് ഫുൾ മാർക്കുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ അസുഖ വീണ്ടും കോയിൻ എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ പരിശ്രമിച്ച് ഒരു വിധത്തിൽ ആ കോയിൻ എടുക്കാനായിട്ട് വന്നതും അത് വീണ്ടും കൈതെറ്റി അതിലേക്ക് തന്നെ വന്ന് വീഴുന്നു. പെട്ടെന്നാണ് ആ കോയിനകത്തു നിന്നും ഒരു വലിയ പ്രകാശമുണ്ടാകുന്നത്. അത് മൊത്തത്തിലായി അവിടെ മുഴുവനും വ്യാപിക്കുന്നു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ അമ്പലം വീണ്ടും കാണിക്കുമ്പോഴോ അതിനു മുന്നിൽ അസുഖയുണ്ടായിരുന്നില്ല. അവിടെ മാത്രമല്ല, അവളുടെ സ്കൂളിലും അസുഖയുടെ ക്ലാസ് മുറിയിലും റെയിൽവേ സ്റ്റേഷനിലും ഇവരുടെ വീട്ടിലും പിന്നെ അവിടുത്തെ സിറ്റിയിലും എന്തിനേറെ ഈ ലോകത്ത് തന്നെ ഒരൊറ്റ കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. ലോകത്തുള്ള മനുഷ്യരാശി തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. അവസാനമാണ് ഇതിന്റെ കാരണം എന്താണെന്ന് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അസുഖ നേരത്തെ ഒരു എക്സാം എഴുതുകയായിരുന്നല്ലോ. ആ എക്സാം പേപ്പറിന്റെ പുറകിലായിട്ട് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ ജനസംഖ്യ എന്താണെന്ന്. പക്ഷെ മറുഭാഗത്തുള്ള ക്വസ്റ്റ്യൻ അസുഖ കണ്ടിരുന്നില്ല. അത് കാരണം അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ആ കോയിൻ വന്ന ബോക്സിലേക്ക് വീണതും അസുഖയുടെ ആഗ്രഹങ്ങളെല്ലാം പിന്നെയും സാധിക്കുകയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ടീച്ചർ എല്ലാത്തിനും ശരി ഉത്തരമായിട്ടല്ലേ മാർക്ക് ചെയ്യുന്നത്. ജനസംഖ്യ എത്രയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തിന് അടുത്തൊന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഉത്തരം ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ ഈ ലോകവും അതുപോലെ തന്നെ ബ്ലാങ്ക് ആയി പോകുന്നു. അങ്ങനെ അസുഖയുടെ പരീക്ഷ കാരണം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇല്ലാതായിരിക്കുകയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.